ശരി, അപ്പൊ ഇനി നമുക്കൊരു ഗെയിമിലേക്ക് പോവാം. എന്ത് പറയണു? നൈസ്. യെസ്, ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ ഗെയിമാണ്. അഗെയിൻ മൂവി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മളൊരു സിനിമയിലെ സീന് കാണിക്കും, എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് മ്യൂട്ട് ചെയ്യും. അപ്പൊ മ്യൂട്ട് ചെയ്ത ഡയലോഗാണ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് പ്രോപ്പർട്ടീസ് ഞാൻ ഇവിടെ കൊണ്ടുവരും. അതും കൂടി സെറ്റ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഓക്കെ? യെസ്. അപ്പൊ അതേ പ്രോപ്പർട്ടീസ് ഒക്കെ വന്നിരിക്കുകയാണ്. ഇതിലേക്ക് ഇതാണ് നേഴ്സിന്റെ, അതായത് ഒട്ടും പേടിയില്ലാത്ത സാധനമാണ് സിറിഞ്ച്. എങ്കിൽ പോലും ഞാൻ ഇതില് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പണിഷ്മെന്റ് എടുക്കണം. നീ പണിഷ്മെന്റ് എടുക്കാൻ മടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സിറിഞ്ച് വെച്ച് ഒറ്റ കുത്തും. അതുകൊണ്ട് ഉത്തരങ്ങൾ കൃത്യമായിട്ട് പറയണം. ശ്രമിക്കാം. ശരി, ആദ്യത്തെ ഇത് ഞാൻ കാണിക്കാം വിഷ്വല്. അതിന് ആൻസർ പറയണം. ആൻസർ പറഞ്ഞില്ലെങ്കിൽ പാവയ്ക്ക ജ്യൂസ് കുടിക്കണം. ഓ ഗോഡ്. ഓക്കെ? യെസ്, റെഡി. അപ്പൊ ആദ്യത്തെ വിഷ്വൽ. എടോ, തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെ ചോദിച്ചതല്ലേ? ചോറും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയാ. താൻ എന്താ വേഷം കെട്ടെടുക്ക? എന്താ എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചേട്ടാ കുറച്ച് ചോറ്. തൊട്ടപ്പുറത്തല്ലേ ആ ഡയലോഗ് ഉറപ്പാണെന്ന് അത്ര ഉറപ്പുണ്ടോ? എന്താ പിന്നല്ലാണ്ട് കല്യാണരാമൻ എന്ന് പറഞ്ഞ മൂവിയിൽ ഏത് ഡയലോഗാ ആർക്കറിയാത്ത? ഇനി ഞാൻ പറയാം, വെൽക്കം കിണ്ടി. സൂപ്പർ. അപ്പോ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ സൂചിയുടെ ആവശ്യമില്ല, പാവയ്ക്ക ജ്യൂസിന്റെ ആവശ്യമില്ല. ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഇനി അടുത്തത് നോക്കാം. ഓക്കെ? എന്താ പിള്ളേർ ആവശ്യമില്ലാത്ത ഒരു സാധനം ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിളിച്ചാലേ ശരിയാവും. ജയ, പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് എസ്.ഐ.യോട് വരാൻ പറ. ഇവനെ ഞാനിന്ന് ശരിയാക്കും. വേണ്ടടി, ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറയടാ, കുഞ്ഞിന്റെ പേര് നിനക്കറിയാം? കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞിനെ തള്ള നിനക്ക് വിട്ടുതരാം. പറയടാ, കുഞ്ഞിന്റെ പേര് കൊന്നല്ല പറഞ്ഞേ, അത് മാല എന്നാണ് പറഞ്ഞേ. അല്ല, ഉത്തരം അല്ല, ഇപ്പൊ മനസ്സിലുള്ള ഉത്തരം ഏതാണ്? അത് പറ. കൊന്തയാ മാലയാ? കൊന്ത അതാണെന്നാണ് മനസ്സിലായത് അല്ലേ? ശരി, ഇനി പ്ലേ ചെയ്യാം. കൊന്തയാണോ മാലയാണോ? കൊന്തയാണ് നമ്മളിപ്പം എടുത്തു വെച്ചിരിക്കുന്നത്. നോക്കാം. വേണ്ടടി, ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറയടാ, കുഞ്ഞിന്റെ പേര് നിനക്കറിയാം? കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞിനെ തള്ള നിനക്ക് വിട്ടുതരാം. പറയടാ, കുഞ്ഞിന്റെ പേര് കുഞ്ഞിന്റെ പേര് മല എന്നാണ്. പക്ഷെ ഇവിടെ തെറ്റിച്ച് കൊന്താന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ട് കൊന്താന്നാണ് പറയുന്നത്. സംതിങ് ഇൻ കൊന്ത. അപ്പൊ അതുകൊണ്ട് കൊന്താന്ന് പറയുന്നില്ല. ഇഞ്ചക്ഷൻ വേണ്ട. ഇഞ്ചക്ഷൻ അല്ല, പാവയ്ക്ക ജ്യൂസ് കുടിച്ചോളാം. ഹാപ്പി ആയിട്ട് കുടിക്കോ? അതിനേക്കാളും ഭേദം. ആണോ? കുടിച്ചാ ഒരു ഇതുപോലെ കുറയുന്നില്ലല്ലോ. എങ്ങനെയുണ്ട്? ഭയങ്കര കയ്പുണ്ടോ? വായ 10 സ്പ്രെഡായി. നല്ല കയ്പ്. പാവയ്ക്ക ഇഷ്ടാണ്. അതാണ് കയ്പ് ഇഷ്ടാണ്. ഞാൻ കുറച്ച് വേപ്പില അരച്ച് അത് വേണ്ട. ഇനി നോക്കാം. എന്തായാലും ഒരെണ്ണം തെറ്റു പറഞ്ഞു. ഇനി അടുത്തത് ശരിയോ തെറ്റോ നോക്കാം. റെഡി? ചെസ് മത്സരത്തിൽ ഞാൻ അവനെ തറ പറ്റി. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞത്. അത് പിന്നെ ഞാൻ ഒരുത്തൻ മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ. എടാ മരമണ്ട, അതിലും നീ തോറ്റേച്ച് വന്നാലുണ്ടല്ലോ നിനക്ക് ഞാൻ പച്ച വെള്ളം തരത്തില്ല. പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും. അമ്മ വിശന്നിട്ട് കുടൽ തിത്തൈ പാടുന്നു. അമ്മ വല്ലതും തിന്നെ എടുത്തു വെക്കും. എടാ നാളെ പോയി കുളിച്ചേച്ച് വരാൻ. അമ്മയുടെ വളരെ ഫേമസ് ആയ ഡയലോഗാണ്. എല്ലാവരും പറയുന്ന ഡയലോഗാണ്. എന്താ അമ്മയുടെ മറന്നുപോയി. അമ്മയുടെ ഒരു ഇതാണ്, ആ ഒരു ആയുർവേദം അങ്ങനെയൊക്കെ റിലേറ്റഡ് ആണ്. കുഴമ്പോ? അമ്മയുടെ കുഴമ്പ് ആണോ? ഇല്ല, ഞാൻ മറന്നുപോയി ആക്ച്വലി. തോറ്റു. പാവയ്ക്ക ജ്യൂസ് കുടിക്കാം. നോക്കാം, അത് നോക്കാം. എന്താണ് ഉത്തരം നോക്കാം. ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ. എടാ മരമണ്ട, അതിലും നീ തോറ്റേച്ച് വന്നാലുണ്ടല്ലോ നിനക്ക് ഞാൻ പച്ച വെള്ളം തരത്തില്ല. പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും. അമ്മ വിശന്നിട്ട് കുടൽ തിത്തൈ പാടുന്നു. അമ്മ വല്ലതും തിന്നെ എടുത്തു വെക്കും. എടാ നാളെ പോയി കുളിച്ചേച്ച് വരാൻ. അമ്മയുടെ പിണ്ണതയിലോ ഇവിടെ ഇരിക്കുന്നേ? അമ്മയുടെ അമ്മയുടെ പിണ്ടതൈലം. അതാണ് തെറ്റിച്ചത്. എന്തോ ഒരു ഇതാണെന്ന് മനസ്സിലായി, പക്ഷെ കിട്ടിയില്ല. പാവയ്ക്ക ജ്യൂസ് കുടിക്കുമ്പോ ഇനി ഒരിക്കലും മറക്കില്ല. കുടിച്ചോളൂ. ഒരെണ്ണം കൂടി ഉണ്ട്, നോക്കാം.
പോളം പോളം. ആ അതെ അങ്ങള് പോളം 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 ഓ അങ്ങള് പോളം. അത് തന്നെ ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. അങ്ങള് പോളം എല്ലാത്തിന്റെയും കൂടെ ലാ ചേർത്ത് കഴിഞ്ഞാൽ ഇവന്മാരുടെ ഭാഷ. ശ്രീഹല്ലി പോളം. ഇതറിയാത്ത ഇതറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലെ? ഇതൊരു വേദി എഴുതാറും ഈ വേദി കുറെ പ്രേക്ഷകരും കുടുംബങ്ങളും കാണുന്നത് കൊണ്ടും ഞാൻ ഈ പവയ്ക്ക ജ്യൂസ് ഔദ്യോഗികമായി എടുത്ത് കുടിക്കുന്നു. ഇതറിയില്ലേ? ഈ ഡയലോഗ് അറിയില്ല? കുടിച്ച് ഞാൻ തോറ്റു. പറഞ്ഞോളൂ. ഈ ഡയലോഗ് സത്യം ശ്വാസിക്കാൻ പറയൂ. ശ്രീഹള്ളി പോളം വളി. ശരി, അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു ഗെയിം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ഗെയിം പൂർത്തിയാക്കിയ സ്ഥിതിക്ക് ഞാൻ ഇനി എന്റെ വക ഒരു സമ്മാനം തരാം. വളരെ യെസ് പാവയ്ക്ക ജ്യൂസ് കുടിച്ചുകൊണ്ട് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സമ്മാനം ഞാൻ തരാം. അത് എടുത്തിട്ട് വരാം. ഓക്കെ.